സോ മക്കളെ 5ാം ക്ലാസ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതാ വിട്ടുപോയ സംഖ്യകൾ കാണുക. ഓക്കെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇതുപോലെ എന്ത് ചെയ്യും അല്ലേ, ഇതുപോലെ കോളം തരും, ഇതാ വിട്ടുപോയ സംഖ്യകൾ കാണാൻ പറയും. എടാ ഈ കോളം എന്താണെന്ന് അറിഞ്ഞാൽ എന്താ അറിയാലോ അല്ലേ, നമ്മളിതാ 2 സംഖ്യകളെ ഗുണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അറിയാത്ത ആൾക്ക് എന്ത് ചെയ്യാം, ലൈവ് പോയി കാണുക. ഓക്കെ, സോ മക്കൾ ഇതാ സർ ഈ ക്വസ്റ്റ്യൻ മാത്രമാട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എടാ നമ്മൾ 2 സംഖ്യകൾ ഗുണിക്കാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യും അല്ലേ, അവർ പിരിച്ചു കൊടുക്കും. ഇവിടെ 100 അല്ലേ, 10 7 117 നമ്മൾ എന്താകും അല്ലേ, 100 എത്താ മാറി ആ കളർ മാറിയോടാ. ഓക്കെ സോറി കേട്ടോ, 117 100ഉം 10ഉം 7ഉമായിട്ട് നമ്മൾ പിരിച്ചു ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു സംഖ്യ ഉണ്ട്. ഓക്കെ, ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യണം അല്ലേ, സംഖ്യ നമ്മൾ സാധാരണ എഴുതിയിട്ട് ഗുണിക്കാൻ വേണ്ടിയിട്ട് ഗുണിച്ച് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യാറ്. ഓക്കെ, പക്ഷെ ഇവരെന്ത് തന്നു, ഇപ്രാവശ്യം ഗുണിച്ച കുറച്ച് ആളുകളെ തന്നു, പക്ഷെ ആ സംഖ്യ ഏതാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇതാ ഈ കുളത്തിൽ കുറച്ച് ആളുകൾ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് അറിയൂല. ഓക്കെ, അപ്പൊ സാർ എന്ത് ചെയ്യുന്നില്ല, ആ കൺസെപ്റ്റ് അതായത് എങ്ങനെയാണ് ഇവരെ പരസ്പരം മുറിച്ച് എഴുതിയിട്ട് ഗുണിക്കൽ എങ്ങനെ സിമ്പിൾ ആക്കുക എന്നുള്ള കാര്യമല്ല സാർ പറയാൻ പോകുന്നത്. എക്സാമിന് വരുന്ന ഇവിടെ കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ട്. ഓക്കെ, ആ ഗ്യാപ്പുകളുടെ സംഖ്യ എങ്ങനെ കണ്ടെത്താൻ സാർ പറയുന്നത്. ഓക്കെ, നോക്കിക്കോ സാർ പറഞ്ഞുതരാം. നോക്ക്, ഇവിടെ 1000 ആണ് മക്കളെ, ഇവിടെ 100 ആണ്. ഓക്കെ, ഇവിടെ 1000 ആണ് മക്കളെ, ഇവിടെ 100 ആണ്. അപ്പോൾ മക്കളെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ എൻ്റെ മക്കൾ ഓർത്ത് വെച്ചോ അല്ലെ, ഇവിടെ ഏതോ ഒരു സംഖ്യ ഉണ്ട്, അതുപോലെ ഇവിടെ ഏതോ ഒരു സംഖ്യ ഉണ്ട്. ഈ സംഖ്യയും ഇത് ഈ കോളത്തിലെ ആൾ ഈ കോളത്തിലെ ഇവനെയും ഇങ്ങനെയല്ല മക്കളെ കണക്ഷൻ വരിക. അതായത് ഇവനെയും ഗുണിച്ചാൽ അല്ലെ, ഗുണിച്ചാൽ കിട്ടുന്ന പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് മക്കളെ ഇവിടെ ഈ കിട്ടിയ 1000. ഓക്കെ, അതായത് 100നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഓക്കെ നമുക്ക് അറിയാത്ത ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മക്കളെ എത്ര കിട്ടും, 1000 കിട്ടും. ഓക്കെ, ആ സംഖ്യ കണ്ടെത്താൻ വേണ്ടിയിട്ട് മക്കളെ ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചോ. ഈ കള്ളി എടുക്കുക, നേരെ എന്ത് ചെയ്യണം, തെന്നാളെ പിടിക്കുക. ഓക്കെ, 1000 തെന്നാളെ മക്കളെ 100. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം അല്ലെ, 1000 മക്കൾ എന്ത് ചെയ്യണം അല്ലെ, 1000 ഹരിക്കണം 100 ചെയ്യാം. 1000 ഹരിക്കണം ഓക്കെ 100 മക്കളെ ഉത്തരത്ര കിട്ടൂടാ അല്ലെ, മക്കൾ ചെയ്ത് നോക്കിയാൽ മതി. ഉത്തരത്ര കിട്ടൂടാ, ഉത്തരം 10 എന്ന് കിട്ടും കേട്ടോ. ഉത്തരത്ര കിട്ടൂടാ, ഉത്തരം 10 എന്ന് കിട്ടും. റെഡി? ഓക്കെ, ഇനി അതുപോലെ നോക്ക്, ഇവിടുത്തെ ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓക്കെ ഇവിടെ അല്ലേ നേരെ എന്ത് ചെയ്യുക, ഇവിടെ തന്ന ആൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ തന്ന ആൾ മക്കളെ ആരല്ലേ 70. ഓക്കെ, 70ന് മുകളിൽ മക്കളെ ആരാളുള്ളത് 7. അപ്പൊ അവിടുത്തെ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യണം അല്ലെ, 70 ഹരിക്കണം എന്ത് ചെയ്യണം 7 ചെയ്യാം. 70 ഹരിക്കണം എത്ര മക്കളെ 10. മക്കളെ ഇവിടുത്തെ ആളെത്ര വരും, വീണ്ടും 10 വരും. ഓക്കെ, ഇനി മക്കളെ ഇവിടുത്തെ ആളെ കണ്ടെത്തണം. അതിന് ഇവിടെ 200 ആളുള്ളത് അല്ലെ. അപ്പൊ എന്ത് ചെയ്തു സാർ നേരെ മുകളിലോട്ട് നോക്കിയപ്പോൾ 100. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആളെ കണ്ടെത്താൻ വേണ്ടി മക്കൾ എന്ത് ചെയ്യണം അല്ലെ, 200 ഹരിക്കണം എന്ത് ചെയ്യണം, 200 ഹരിക്കണം എന്ത് ചെയ്യണം 100 ചെയ്യണം അല്ലെ. 200 എത്ര 100 മക്കളെ 2 ഉണ്ട് കേട്ടോ, 2 അപ്പൊ മക്കളെ ഇവിടെ എത്ര വരും 2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ സൈഡിലെ ആളുകളൊക്കെ കിട്ടിയാലോ. ഇനി മക്കളെ ഉള്ളത്തെ ആളെ കിട്ടാൻ വേണ്ടി എന്താണ്, ഭയങ്കര സിമ്പിളാട്ടോ, സാർ പറഞ്ഞുതരാം. ഉള്ളത്തെ ആളെ എങ്ങനെ ചെയ്യാം. ഓക്കെ, ഉള്ളത്തെ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോ. ഓക്കെ, ഇവിടെ 100ഉം 10ഉം ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി, 1000 കിട്ടി. ഓക്കെ, ഇനി എൻ്റെ മക്കൾ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് 10ഉം ഗുണിക്കുമ്പോൾ എത്ര കിട്ടണം, 100 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കിക്കോട്ടോ. ഇവിടെ 10ഉം 7ഉം എത്രയാണ് 70. ഇവിടെ എത്രയാണ് അല്ലേ, 10ഉം 100ഉം മക്കൾ എത്ര, 10ഉം 100 എത്ര 1000 വരും അല്ലേ. ഇവിടെ 10ഉം 10ഉം മക്കൾ എത്ര വരും അല്ലേ, 100 വരും. ഇവിടെ 10ഉം ഇവിടെ 7ഉം അല്ലേ, 70 ആൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 2ഉം 100ഉം 200. ഓക്കെ, ഇവിടെ 2ഉം 10ഉം മക്കളെ 200. ഇവിടെ 2ഉം 7ഉം മക്കളെ 14 കേട്ടോ. സെറ്റ് അല്ലേ? ഇനി ഇവിടെ എങ്ങനെ കൂട്ടാന്നുള്ള സാർ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യണം, ലൈവ് കാണണം കേട്ടോ.